അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വതക്കക്ക് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്, വളരെ കൂലി നൽകിയിട്ടുണ്ട്. നമ്മളിൽ പലരും കുറേ പണമില്ലാത്തവരായിരിക്കാം. പക്ഷേ പണം കൊണ്ട് മാത്രമല്ല സ്വതക്കയുടെ കൂലി കിട്ടൽ. ഒരു പുഞ്ചിരി, അതും സ്വതക്കയാണ്. മറ്റൊരു സ്വതക്കയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു അർസൻ ഔ യസ്റഉ സറഅൻ ഫയഅകുലു മിൻഹു ത്വയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സ്വദഖ. ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ ഒരു മരം നട്ടു, അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്തു. എന്നിട്ട് ആ കൃഷി പാകമായപ്പോൾ ആ കൃഷിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ നട്ട വസ്തുവിൽ നിന്ന് പക്ഷികൾ, മനുഷ്യന്മാർ, നാക്കാലികൾ, മൃഗങ്ങൾ, ഇങ്ങനെ തുടങ്ങി മനുഷ്യരും എല്ലാവരും ആരൊക്കെ അതിൽ നിന്ന് കഴിക്കുന്നുണ്ടോ, ഭക്ഷണമായിട്ട് കഴിക്കുന്നുണ്ടോ, അതൊക്കെ സ്വതക്കയാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് പണം കൊടുക്കൽ മാത്രമല്ല, ഒരു പുഞ്ചിരി, നമ്മുടെ ഒരു സാന്നിധ്യം, നമ്മുടെ ഒരു അതുപോലെ തന്നെ കൃഷികൾ, മരങ്ങൾ, പഴം, മാങ്ങ, ചക്ക, ഇങ്ങനെ തുടങ്ങി ഫലപ്രദമായ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്ന് ഭക്ഷണം, പക്ഷികളാകട്ടെ, മൃഗങ്ങളാകട്ടെ, അതിൽ നിന്ന് മനുഷ്യരാകട്ടെ, ആരായാലും, ഏത് വസ്തുവായാലും, ഏത് ജീവജാലങ്ങളായാലും അതൊക്കെ സ്വതക്കയാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ഇഞ്ച് സ്ഥലമുണ്ടെങ്കിൽ മരം നമ്മൾ നട്ടുപിടിപ്പിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖിയാമത്ത് നാൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടാൽ, ലോകം അവസാനിക്കുന്ന നമ്മുടെ കൺമുമ്പിൽ കണ്ടാൽ പോലും നിങ്ങളെ കയ്യിൽ തൈയുണ്ടോ അത് നട്ടിട്ട് നിങ്ങൾ നടണം എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉണർത്തുന്നുണ്ട്. അത്രക്കും പ്രാധാന്യമാണ് ഒരു മരം ഈ ഭൂമിയിൽ നടുക എന്നുള്ളത്. ആ മരം നട്ടാൽ അവനല്ല, അവൻ്റെ പിൻഗാമികൾക്കും, അതല്ല അവൻ ആ മരത്തിൽ നിന്ന് ആരെല്ലാം ഉപകാരമെടുക്കുന്നുണ്ടോ, തണലായിട്ടും വിശ്രമ കേന്ദ്രമായിട്ടും അതേപോലെ ആഹാരങ്ങളായിട്ടും ആരൊക്കെ അതിൽ നിന്ന് ഭക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉപകാരം കൊള്ളുന്നുണ്ടോ, അതൊക്കെ ഇവൻക്ക് സ്വതക്കയായി മാറും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ കൃഷികൾ ഏതുമാകട്ടെ കൃഷി ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ജന്തുക്കൾ, ജീവജാലങ്ങൾക്ക് നമുക്ക് ഭക്ഷണമായിട്ടും അവരോട് കരുണ കാണിക്കാനുള്ള സന്മനസ്സ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ.